ഇവിടെ ഇടി ഗൈസ്, ഒരു രക്ഷയില്ല. നോ നോട്ട് ഫോർ ദ ബാഗേജ്, റൈറ്റ്? അതൊരു മോശമാണ്. കൊറിയൻ ഓക്കെ. സ്പഗത്തിയും ഗ്രീൻ ടീയും ഒരെണ്ണം തരുമോ 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 ചോദിച്ചുകൊണ്ടിരിക്കണം. അവിടെ കിടക്കുന്ന പഴയ ജെറ്റ് എയർവേസിന്റെ വിമാനങ്ങൾ കാണുമ്പോൾ കഷ്ടം തോന്നും. ഞാൻ ചോദിച്ചിട്ടും അവരില്ല എന്ന് പറഞ്ഞു. അത് എനിക്ക് അറിയത്തില്ല, ഇല്ലാഞ്ഞിട്ടാണോ ഇത്രയും കാശും മുടക്കി ട്രാവൽ ചെയ്തിട്ട്. അയ്യോ, പക്ഷേ ഐ എൻജോയ്ഡ്. ഓക്കെ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് സിംഗപ്പൂർ വിമാനത്താവളത്തിന്റെ സമീപത്താണ്. ഇവിടെ എന്നാ പരിപാടി എന്നല്ലേ, പ്ലെയിൻ സ്പോട്ടിങ്ങിന് വേണ്ടി വന്നതാണ്. പ്ലെയിൻ സ്പോട്ടിങ്. ഞങ്ങളിപ്പോൾ ഉള്ളത് കോസ്ഫോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കോസ്ഫോർഡ് കണ്ടെയ്നർ എന്താണ് പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കാണ്. അതായത് ചാങ്കി, സിംഗപ്പൂർ ചാങ്കി എയർപോർട്ടിന് സമീപം തന്നെയുള്ള കോസ്ഫോർഡ് കണ്ടെയ്നർ പാർക്ക് എന്നൊരു സ്ഥലത്താണുള്ളത്. ഇത് ബേസിക്കലി ഒരു ഫുഡ് കോർട്ടാണ്. ഈ ഫുഡ് കോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ എയർപോർട്ട് റൺവേയുടെ പാരലായിട്ടുള്ളൊരു സ്ഥലത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ് കോർട്ട്. അപ്പോൾ ഇവിടെ ധാരാളം ആളുകൾ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നു. അപ്പോൾ ഞാനും ടോണി ചേട്ടനും കൂടി ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല ചൂട് ചായ. ഇന്ന് ഫുൾ ചായ കുടിയാണ് ഗൈസ്. അങ്ങനെ ചായ കുടിച്ചുകൊണ്ട് നമുക്കിവിടെ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നത് കാണാമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. കറക്റ്റ് ലാൻഡിങ് പോയിൻ്റാണ് അവിടെ. ലാൻഡിങ് പോയിന്റിൽ വിമാനം ലാൻഡ് ചെയ്യും. ഇങ്ങനെ മറ്റേ റിവേഴ്സ് ടെസ്റ്റൊക്കെ വന്ന് ഇവിടെ വരുമ്പോൾ ശബ്ദമൊക്കെ കേട്ട് ഇങ്ങനെ പോകുന്ന കാണാം. ലാൻഡ് ചെയ്യുന്നുണ്ടോ നമ്മുടെ എയർ ചൈനയുടെ എയർബസ് 350 വിമാനമാണ് ഇപ്പോൾ അവിടെ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എയർ ചൈനയുടെ എയർബസ് 350 വിമാനം. ഖത്തർ എയർവേസിൻ്റെ 350 വിമാനമാണ് ഇപ്പോൾ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ധാരാളം വിമാനങ്ങൾ ഇങ്ങനെ 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 വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സിംഗപ്പൂർ എയർലൈൻസിൻ്റെ വിമാനമാണ് ഇപ്പോൾ വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ലാൻഡ് ചെയ്ത വിമാനങ്ങൾ ഇപ്പോൾ പാർക്കിംഗ് ബേയിലേക്ക് ഇങ്ങനെ പോകുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മുമ്പേ ലാൻഡ് ചെയ്ത എയർ ചൈനയുടെ വിമാനം, അതിൻ്റെ തൊട്ട് പുറകെ ലാൻഡ് ചെയ്ത ഖത്തറിൻ്റെ 350, അതിന് പുറകിൽ ഫ്ലൈ സ്കൂട്ട് എന്നും പറഞ്ഞുകൊണ്ട് സ്കൂട്ടിൻ്റെ ഡ്രീം ലൈനർ കിടപ്പുണ്ട്. അങ്ങ് ദൂരെ ആകാശത്തുനിന്ന് ഒരു യമണ്ടൻ സാധനം പറന്നുയർന്ന് വരുന്നുണ്ട്, പറന്ന് താന്ന് വരുന്നുണ്ടോ. എമിറേറ്റ്സിൻ്റെ 380 വിമാനമാണ് ആ പറന്ന് വരുന്നത്. അതിൻ്റെ ലാൻഡിംഗ് ആണ് നമ്മളിവിടെ നിന്ന് എടുക്കാൻ പോകുന്നത്. അത് ലാൻഡ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. നോക്കൂ, ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അടിപൊളി, അത് പൊളിച്ച്. അത് വേറെ ലെവൽ. എമിറേറ്റ്സിൻ്റെ 380 ഇത് ലുക്ക. ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ വിമാനമാണത്. ലുഫ്താൻസയുടെ 350 ആണ് വന്ന് ലാൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ലാൻഡ് ചെയ്യുന്നത് എയർ ന്യൂസിലൻഡിൻ്റെ ഓക്ലൻഡിൽ നിന്നും 10 മണിക്കൂർ മുമ്പ് ടേക്ക് ഓഫ് ചെയ്ത ബോയിങ് 777 വിമാനമാണ് ഇപ്പോൾ ഈ ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്ലൻഡ് സിംഗപ്പൂർ എയർ ന്യൂസിലൻഡ് വിമാനം ബോയിങ് 777. അടുത്ത 380 വരുന്നുണ്ട്. 380യുടെ ലാൻഡിങ് കാണാനാണ് പൊളി. ഇത് സിംഗപ്പൂർ എയർലൈൻസിൻ്റെ 14 വർഷം പഴക്കമുള്ള 380 വിമാനമാണ്. ഇത് ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും 12 മണിക്കൂർ മുൻപ് പുറപ്പെട്ട വിമാനമാണ്. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് 12 മണിക്കൂർ മുമ്പ് പുറപ്പെട്ട സിംഗപ്പൂർ എയർലൈൻസ്. ഇവിടെ ആക്ച്വലി ഇപ്പോൾ 2 റൺവേ ഉണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഭാഗത്തെ റൺവേയിലാണ് വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നത്. ഇതിനപ്പുറത്ത് പാരലലി വേറൊരു റൺവേ ഉണ്ട്. അവിടെ നിന്നാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ടേക്ക് ഓഫ് കാണാത്തത്. ഇപ്പോൾ നമ്മുടെ ഹൈദരാബാദിൽ നിന്ന് വരുന്നത് നമ്മുടെ ഇൻഡിഗോ വരും. ഇപ്പോൾ സോറി ഗൈസ്, ഇൻഡിഗോ അപ്പുറത്തെ റൺവേയിൽ അവർ ലാൻഡ് ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് മിസ്സായി ഇൻഡിഗോ. അതേ അവിടെ ലാൻഡ് ചെയ്യുന്നു കണ്ടോ. ഇൻഡിഗോ എമിറേറ്റ്സിൻ്റെ മേളിൽ കൂടെ വരുന്നതാണ്ടോ. അയ്യേ, അത് മിസ്സായിപ്പോയി ഗൈസ്. ഞാനത് ഇവിടെ കിട്ടും നോക്കിയിരിക്കുകയായിരുന്നു. ഇത് എയർ ഫ്രാൻസ് ആണെന്ന് തോന്നി. യെസ്, എയർ ഫ്രാൻസ്. പാരീസിൽ നിന്നും വരുന്ന എയർ ഫ്രാൻസ് വിമാനമാണ് ഈ കാണുന്നത്. അടിപൊളി.
മോനെ പൊളി പൊളി പൊളി. ലുഫ്താൻസയുടെ 747 അടിപൊളി. ഇതൊന്ന് റിട്ടയർ ആവുന്നതിന് മുമ്പ് അത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഭയങ്കര ടിക്കറ്റ് റേറ്റ് ആണ്. 2-3 ലക്ഷം രൂപയൊക്കെയാണ് അതിനകത്ത് ബിസിനസ് ക്ലാസ്സിൽ മേളിൽ. അത് മറ്റേ ലുഫ്താൻസ അല്ലേ, അപ്പം മറ്റേ മ്യൂണിക്ക് ഫ്രാങ്ക്ഫർട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഫ്ലൈറ്റ്സ് ആയിരിക്കും. എങ്ങോട്ട് പോകണമെങ്കിലും 2-3 ലക്ഷം രൂപയ്ക്കാണ് അതിൻ്റെ മേളിൽ കയറിയിരിക്കണമെങ്കിലുള്ള ചാർജ്. താഴെയാണെങ്കിലും 50,000-60,000 രൂപ വേണം. മേളിലിരുന്ന് യാത്ര ചെയ്യണം, എന്നാലേ അതിൻ്റെ ഒരു പഞ്ചുള്ളൂ. എന്തെങ്കിലും കയറാൻ പറ്റുമായിരിക്കും നോക്കാം. നിങ്ങളിനി സിംഗപ്പൂർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ സ്പോട്ടിങ് ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഡു കം ഹിയർ കോസ്ഫോർഡ് കണ്ടെയ്നർ പാർക്ക്. ഇവിടെ വന്നിട്ട് ഒരു ചായയും കുടിച്ചുകൊണ്ടിരുന്നിട്ട്, ചായ മാത്രമല്ല കേട്ടോ, കള്ളും ഫുഡും എല്ലാം ഉണ്ട്. അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നത്, ടേക്ക് ഓഫ് ചെയ്യുന്നതാണെങ്കിൽ ഡിപ്പെൻസ് ഓൺ ടൈം കാണാം. ഫ്ലൈറ്റ് റഡാർ ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഏതൊക്കെയാണ് വിമാനങ്ങൾ വരുന്നതെന്ന് ട്രാക്ക് ചെയ്തുകൊണ്ട് കാണാം. ഗൈസ്, അടിപൊളി സ്ഥലമായിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് തകർത്ത് ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. താങ്ക് യു സോ മച്ച് ടോണി ചായൻ ഫോർ ടേക്കിംഗ് മീ ഹിയർ. ഇറ്റ്സ് എ വണ്ടർഫുൾ പ്ലേസ് ഫോർ പ്ലെയിൻ സ്പോട്ടേഴ്സ്. വിമാന പരാന്തന്മാർക്ക് വൈകിട്ടോടെ തിരക്കായിരിക്കും അല്ലേ. അവിടെ വന്ന ആൾക്കാർ ബിയറും കഴിച്ച് കള്ളും കുടിച്ച് ഇങ്ങനെ ചില്ലായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു കിടില സ്ഥലം. എന്തായാലും സംഭവം പൊളിച്ച്. പ്ലെയിൻ സ്പോട്ടിങ് കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ വന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇന്ന് നമ്മൾ സിംഗപ്പൂരിൽ നിന്നും ബാങ്കോക്ക് പോവാണ്. ബാങ്കോക്കിൽ നിന്ന് നമ്മൾ മുംബൈ വഴി കൊച്ചിയിലേക്ക് പോകും. അതായത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ കാണാൻ പോകുന്നത് നമ്മുടെ സിംഗപ്പൂരിൻ്റെ ബഡ്ജറ്റ് എയർലൈനായിട്ടുള്ള സ്കൂട്ടും നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ബഡ്ജറ്റ് എയർലൈനായിട്ടുള്ള ഇൻഡിഗോയും തമ്മിലുള്ള അവരുടെ പ്രീമിയം എക്കോണമി സ്ട്രെച്ച് കമ്പാരിസനാണ്. അതായത് ഇൻഡിഗോയുടെ സ്ട്രെച്ചും സ്കൂട്ടിൻ്റെ പ്രീമിയം എക്കോണമിയും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് പോകാം. എയർപോർട്ടിലേക്ക് ഒരു ടാക്സി ബുക്ക് ചെയ്തപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലോ. ഇത് ഒരു മെർസിഡസ് ബെൻസിന്റെ ടാക്സി. എൻ്റെ അമ്മ, അടിപൊളിയാണല്ലോ. പൊന്നു, ടെസ്ല, ബെൻസ്, അങ്ങനെ പല പല വണ്ടികളും നമുക്ക് സിംഗപ്പൂരിൽ ടാക്സി ആയിട്ട് കിട്ടും. അതാണ് സിംഗപ്പൂരിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. ഹലോ, ഹൗ ആർ യു? യാ, ഗുഡ്. You won, right? Yep. Nice to meet you. Okay. Yeah. Good heaven, good luck. Yes. I need to take my bag. ഇതിൽ നിന്ന് ഇറങ്ങാനും കയറാനും ഭയങ്കര പാടാണല്ലോ. ഇത് കിടിലും വണ്ടിയായിരുന്നു. അകത്താണെങ്കിൽ ലൈറ്റൊക്കെ മാറി. ഇത് ഒരു പള്ളിപ്പെരുന്നാൾ പോലെയായിരുന്നു. മൊത്തം ലൈറ്റും അതും ഇതുമൊക്കെ ആയിട്ട്. പുള്ളി എന്നെ അരമണിക്കൂർ മിണ്ടാണ്ടിരുന്നിട്ടില്ല. പുള്ളി AMG എഡിഷൻ വണ്ടിയാണ്. അതിൻ്റെ സൗണ്ടൊക്കെ നോക്കി. നല്ല സൗണ്ടൊക്കെ കേൾപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് പുള്ളി എന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കി. 1200 രൂപ ഓൺലി, അതായത് $18 ഓൺലി. 1200 രൂപയ്ക്ക് ഞാൻ രാജാവിനെ പോലെ സാധാ ടാക്സി ബുക്ക് ചെയ്തിട്ട് ഇവിടെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. സോ നമുക്ക് ഓൾറെഡി ചെക്ക് ഇൻ ചെയ്താണ്. നമുക്ക് വി ക്യാൻ ഗോ സ്ട്രേറ്റ് ടു സെക്യൂരിറ്റി ആൻഡ് ഇമിഗ്രേഷൻ നാവും. അങ്ങനെ നമ്മൾ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്ക് നേരെ നമുക്ക് കാണുന്നത് ഇവിടെ ലൂയി വിറ്റോൻ്റെ സ്റ്റോറാണ്. ഇവിടെ സിംഗപ്പൂർ എയർപോർട്ടിൽ നമുക്ക് പാസ്പോർട്ട് വേണ്ട ഇമിഗ്രേഷൻ ചെയ്യാനായിട്ട്. നമ്മുടെ ഫേസ് ആണ് നമ്മുടെ പാസ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് കൊണ്ടോ, ഇത് വിളിച്ച് ഇതൊരു വണ്ടി, പഴയൊരു വണ്ടി. എന്തൊക്കെ സെറ്റപ്പാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നതായിരിക്കും. പാരീസ് ഡെസ്റ്റിനേഷൻ പ്രൊമോട്ട് ചെയ്യാണ് ഇവിടെ. ഐഫിൾ ടവറൊക്കെ ഉണ്ട്. ഇവിടെ എന്തോ കോൺടെസ്റ്റ് ഉണ്ട്. ഈ കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാരീസിലേക്ക് പോകാൻ പറക്കാനുള്ള ടിക്കറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്തോ പരിപാടികളൊക്കെ ഉണ്ട്. സോ അടിപൊളി, നൈസ്. ആസ് യൂഷ്വൽ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എയർപോർട്ട്സ്, വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എയർപോർട്ട്സ് ഇൻ ദ വേൾഡ് സിംഗപ്പൂർ. ഇപ്പോൾ പല രാജ്യങ്ങളിലും പാസ്പോർട്ട് പോലും വേണ്ട ട്രാവൽ ചെയ്യാൻ. ആലോചിച്ച് നോക്കി, നമുക്ക് മുഖം മതി. നമ്മുടെ മുഖമാണ് നമ്മുടെ പാസ്പോർട്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ എക്സിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നീഡ് പാസ്പോർട്ട്. പക്ഷേ പാസ്പോർട്ട് വേണം, കയ്യിൽ വേണം. പക്ഷേ അതൊന്നും എടുത്ത് ഉപയോഗിക്കണ്ട. നമ്മുടെ മുഖമാണ് നമ്മുടെ പാസ്പോർട്ട്. ജസ്റ്റ് അവിടെ ഇപ്പോൾ ഇമിഗ്രേഷനിൽ സ്കാൻ ചെയ്യുക, ആ ഗേറ്റ് തുറക്കും. നിസാര സെക്കൻഡ് കൊണ്ട് നമ്മൾ അകത്തേക്ക് കയറി വരും. എന്താല്ലേ, നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് ഇപ്പോഴും നമുക്ക് ഈ ചിപ്പുള്ള പാസ്പോർട്ട് വരെ പോലും ഇതുവരെ കിട്ടി തുടങ്ങിയിട്ടില്ല. പലർക്കും കിട്ടിയത് പുതിയ എന്തോ ചില സ്ഥലങ്ങളിലൊക്കെ വന്നു, പക്ഷെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. കൊച്ചിയിൽ കൊടുത്തു തുടങ്ങിയെന്ന് എനിക്കറിയത്തില്ല. അതായത് മറ്റേ NFC എനേബിൾഡ് ആയിട്ടുള്ള പാസ്പോർട്ട്, റീഡിങ് എളുപ്പമാക്കാനുള്ള പാസ്പോർട്ടൊന്നും ആയിട്ടില്ല പല സ്ഥലത്തും. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹോങ്കോങ്ങിൽ ട്രാൻസിറ്റ് ചെയ്യാൻ നേരം ഇന്ത്യൻ പാസ്പോർട്ടാണ് അങ്ങോട്ട് മാറി അപ്പുറത്ത് വേറെ കൗണ്ടറിൽ കൂടെ പോകാനൊക്കെ പറഞ്ഞു.
അത് നമ്മുടെ പാസ്പോർട്ട് റീഡ് ആവാത്തതുകൊണ്ടാണ്. പക്ഷേ അതൊക്കെ മാറും. നമ്മളും കാലോചിതമായിട്ട് സമയോചിതമായിട്ട് മാറിക്കൊണ്ടിരിക്കണം, എന്നാലും നടപടിയാവുള്ളൂ. സോറി ഗൈസ്, ഞാൻ നേരത്തെ എൻ്റെ ക്യാമറ വെച്ചത് മാറിപ്പോയി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോയുടെ ആ ഒരു ഇത് ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് മാറിപ്പോയത്. സോറിയാ. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഈ കാണുന്ന സ്കൂട്ടിൻ്റെ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനത്തിലാണ്. ഇത് വൈറ്റ് ബോഡി എയർക്രാഫ്റ്റ് ആണ്. നമ്മുടെ ഇൻഡിഗോയ്ക്കും ഇതേപോലത്തെ വിമാനമുണ്ട്. അത് അവർ യൂറോപ്പ് സെക്ടറിലും മറ്റുമൊക്കെ നമ്മൾ മാഞ്ചസ്റ്റർ പോയില്ലേ, അത് പക്ഷേ നോർത്ത് അറ്റ്ലാന്റിക്കിൽ നിന്നും ലീസിനെടുത്ത വിമാനമാണ്. ഇത് സ്കൂട്ടിൻ്റെ സ്വന്തം വിമാനമാണ്. സിംഗപ്പൂർ എയർപോർട്ടിൽ നമ്മൾ സെക്യൂരിറ്റി ചെക്ക് എന്ന് പറയുന്നത് നമ്മൾ ഗേറ്റിൽ വിമാനത്തിൽ കയറുന്നതിന് മുമ്പാണ്. അത് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ഇപ്പോൾ ഈ ഗേറ്റിൽ നിന്നും വിമാനം ഇറങ്ങിയിട്ട് പെട്ടെന്ന് സെക്യൂരിറ്റി ചെക്ക് എടുത്ത് അടുത്ത ഗേറ്റിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ സെക്യൂരിറ്റി ചെക്ക് എന്ന് പറയുന്നത് എയർപോർട്ടിൽ കയറുമ്പോഴല്ല, നമ്മൾ വിമാനത്തിൽ കയറുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ്. അപ്പോൾ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് നമുക്കിനി കുറച്ച് നേരം ഇവിടെ കുറച്ച് പ്ലെയിൻ സ്പോട്ടിംഗ് ഒക്കെ ചെയ്യാം. കുറേ വിമാനങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഈ കാണുന്ന ബോയിങ് 787 വിമാനത്തിലാണ് നമ്മളിന്ന് ബാങ്കോക്കിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് 2 മണിക്കൂറാണ് ഫ്ലൈയിങ് ഉള്ളത്. അതിൽ അത്യാവശ്യം നല്ല തിരക്കുള്ള റൂട്ടായതുകൊണ്ടാണ് ഇവർ ഈ വൈറ്റ് ബോഡി വിമാനം ഈ റൂട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ എന്തോ മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് പാച്ചൊക്കെ ചെയ്ത് അതിൻ്റെ മൂക്കിന് പഞ്ചർ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലോ അതിൻ്റെ ഫ്രണ്ട് കാണാനായിട്ട്. ശരിക്കും ബോയിങ് വിമാനങ്ങൾ എനിക്ക് തീരെ കാണാൻ ഇഷ്ടമല്ലാത്ത വിമാനങ്ങളാണ്. പക്ഷേ ട്രാവൽ ചെയ്യാൻ നല്ലതാണ്. ഈ 787 എയർബസ് ആണ് ലുക്ക്. എയർബസിൻ്റെ ആ ഒരു ഫ്രണ്ട് ഡിസൈനൊക്കെ നല്ല അടിപൊളി ലുക്കാണ്. ബോയിങ് അത്ര പോരാ, എനിക്കിഷ്ടമല്ല. അങ്ങനെ നമ്മൾ സ്കൂട്ടിൻ്റെ പ്രീമിയം എക്കണോമിയിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ്. സ്കൂട്ടിന് മറ്റേ പ്രീമിയം എക്കണോമിക്ക് നമുക്ക് പ്രയോറിറ്റി ബോർഡിംഗ് ഉണ്ട്. അതേപോലെ തന്നെ പ്രയോറിറ്റി ബോർഡിംഗ് എക്കണോമിയിലാണെങ്കിൽ പോലും നമുക്ക് പൈസ കൊടുത്ത് പ്രയോറിറ്റി ബോർഡിംഗ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പല സംഭവങ്ങളും സ്കൂട്ടിനുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെ ബോർഡിംഗ് പാസ് നമുക്ക് ഇങ്ങനെ ഫോണിലൊക്കെ എടുക്കാം. അത് ഇൻ്റർനാഷണൽ ആണെങ്കിൽ നമുക്ക് കാണിക്കാം. എൻ്റെ സീറ്റ് നമ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിലെ സീറ്റാണ്. പ്രീമിയം എക്കണോമിയിൽ 2K ആണോ? ചേഞ്ച് ആയോ? ഞാൻ 1K എടുത്താ, 2K ആയി ചേഞ്ച് ആയി തോന്നുന്നു. ഓക്കെ. ഹായ്, ഹൗ ആർ യു? 2K. Good to hear, right? Thank you. ഇതാണ് നമ്മുടെ സീറ്റ്. ഞാൻ ഈ സീറ്റ് എടുത്താ, പക്ഷേ അത് എന്തോ മാറിപ്പോയി. Korean. Oh, okay. You're Korean? Yeah. Okay. Korean. Nice. I'll prepare your view after. Yeah, sure. Okay. Thank you. Are you also from Korea? No, I'm Chinese. You're Chinese. You speak Korean? Yes. Okay. Yeah, that's nice. കയറി വന്നപ്പോൾ തന്നെ ഒരു വെള്ളം, ഇതാണ് ഇവരുടെ വെൽക്കം ഡ്രിങ്ക് എന്ന് പറയുന്നത്. ഇതിങ്ങനെ തന്നല്ലോ, ഇതിന് വലിയ കാര്യം. പിന്നെ ഓർഡർ എടുക്കുന്ന പോലെ ഒരു പുള്ളിക്കാരി വന്നിട്ട് നമ്മൾ പ്രീ ബുക്ക് ചെയ്ത മീലൊക്കെ കൺഫേം ചെയ്തു, അതല്ലേ എന്നൊക്കെ ചോദിച്ചു. സമയം കൃത്യം 8:15 നമ്മുടെ വിമാനം പുഷ് ബാക്ക് ചെയ്തു. ഓൺ ടൈമാണ്, ഓൺ ടൈം.
താങ്ക് യു. താങ്ക് യു. Bye-bye. Thank you. Bye-bye. അങ്ങനെ നമ്മൾ ബാങ്കോക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു സ്കൂട്ടിൻ്റെ വിമാനം? സ്കൂട്ട് ഈസ് ഗുഡ് ഫോർ ഇതുപോലെയുള്ള യാത്രകൾ. നമ്മുടെ ഇൻഡിഗോയിൽ നമ്മൾ മാഞ്ചസ്റ്റർ പോയ പോലെ തന്നെ സെയിം അതേപോലത്തെ വിമാനം, സെയിം ട്രെയിൻ ലൈനർ, സെയിം കൈൻഡ് ഓഫ് സീറ്റ്. നോയ്സ് അറ്റ്ലാന്റിക്കിൻ്റെ ഒക്കെ ഫ്ലൈ നോയ്സിൻ്റെ ഒക്കെ ആ സെയിം സീറ്റ്. ഈ സ്കൂട്ടിൻ്റെ വിമാനം, ഇതുപോലത്തെ വിമാനം ഇവിടെ നിന്ന് സിഡ്നിക്ക്, അതായത് സിംഗപ്പൂരിൽ നിന്ന് സിഡ്നിക്കും മെൽബണിനും പിന്നെ ചൈനയിലേക്ക് അമൃത്സറിലേക്കുണ്ട്, ഇന്ത്യയിൽ ഡൽഹിയിലേക്കുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തേക്കും കോയമ്പത്തൂരിലേക്ക് സ്കൂട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ വിമാനമില്ല, ചെറിയ വിമാനം അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്, തിരുവനന്തപുരം കോയമ്പത്തൂരൊക്കെ. കൊച്ചിയിലേക്ക് സ്കൂട്ടില്ല, സിംഗപ്പൂർ എയർലൈൻസ് മാത്രമേ ഉള്ളതാണ്. ഒടുക്കത്തെ കത്തിയുമാണ്, അതിൽ വേറെ വിമാനമൊന്നുമില്ല. ഇൻഡിഗോയോ എയർ ഇന്ത്യ ഉറങ്ങത്തില്ല, കാരണം സിംഗപ്പൂർ എയർലൈൻസ് ഉള്ളതുകൊണ്ട്. ഇൻഡിഗോ എല്ലാം കൊച്ചിയിൽ നിന്ന് ഒരു സിംഗപ്പൂർ സ്റ്റാർട്ട് ചെയ്താൽ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ കത്തി റേറ്റ് കുറയും, ഇത്രേ ഉള്ളൂ. സിംഗപ്പൂരിൽ നിന്നും ബാങ്കോക്കിൽ വന്ന് ഇറങ്ങിയിട്ട് ഞാനിവിടെ നിന്ന് എമിറേറ്റ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഹോങ്കോങ്ങിലേക്കൊക്കെ പോയിട്ട് വന്നു. വന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കണ്ട വീഡിയോ. അപ്പോൾ തിരിച്ച് വീണ്ടും ബാങ്കോക്ക് വന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇന്ന് നാട്ടിലേക്ക് പോകണം, കൊച്ചിക്ക് പോകണം. കൊച്ചി പോയിട്ട് നാളെ അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് അമേരിക്കയ്ക്ക് പോകും. അങ്ങനെയാണ് പരിപാടി. നേരത്തെ ആ ടിക്കറ്റൊക്കെ നേരത്തെ എടുത്തിരുന്ന. നമുക്കിപ്പോൾ നമ്മൾ ഇൻഡിഗോയിലാണ് പോകുന്നത്. ഇൻഡിഗോയുടെ പുതിയ സ്ട്രെച്ച് എന്ന് പറയുന്ന അവരുടെ ഒരു പ്രീമിയം എക്കോണമി അല്ല ബിസിനസ് ക്ലാസ്സിലൊക്കെ പറയാവുന്ന പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അത് നാരോ ബോഡി വിമാനത്തിൽ അത് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് കാണാം. നമ്മൾ ആംസ്റ്റർഡാം പോയപ്പോൾ അത് വൈറ്റ് ബോഡി കണ്ടതാണ്. അപ്പോൾ നാരോ ബോഡി വിമാനത്തിൽ എങ്ങനെയുണ്ടെന്ന് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ട്രെച്ച് എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ബാങ്കോക്കിൽ നിന്ന് മുംബൈ വഴിയാണ് ഞാൻ കൊച്ചിക്ക് പോകുന്നത്. പക്ഷേ മുംബൈ കൊച്ചി വിമാനത്തിൽ സ്ട്രെച്ച് ഇല്ല, സാധാ ഫ്ലൈറ്റാണ്. സോ നമ്മൾ വീണ്ടും ബാങ്കോക്ക് സുവർണഭൂമി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ പോകുന്നു. എൻ്റെ പൊന്നെ, ഇത് ഇൻഡിഗോയുടെ ഫ്ലൈറ്റിൽ കയറാനുള്ള ആൾക്കാരുടെ ക്യൂ ആണോ എനിക്ക്? പക്ഷേ എൻ്റെ അമ്മേ, നമുക്ക് ക്യൂ നിൽക്കണ്ട, നമുക്ക് സ്ട്രെച്ച് ഉണ്ട്. സ്ട്രെച്ച് stretch, yeah. Separate. Yeah, stretch. Stretch. One person, yeah. Thank you. എൻ്റെ അമ്മ, എന്തോരം ആൾക്കാരവിടെ ക്യൂ നിൽക്കുന്നതെങ്കിൽ നമ്മൾ സ്ട്രെച്ച് ആയതുകൊണ്ടും സ്ട്രെച്ചും അതേപോലെ തന്നെ ഫാസ്റ്റ് ഫോർവേഡുള്ള ആളുകൾക്ക് ഇവിടെ ക്യൂ നിൽക്കണ്ട, അതാണ് വ്യത്യാസം. ഇല്ലെങ്കിൽ ഇവിടെ ഒരു മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വന്നേനെ. അതുപോലെ തിരക്കല്ലേ എനിക്ക്? Hi. Hello, good morning. I'm good. How are you? Me too. I'm good as well. They have I have one check-in bag. You already pre-booked the seat by you. Yes. So for the luggage, please collect it at Mumbai first for custom. Oh yeah. I will give 2 boarding pass from you. Yeah. Do you have the priority for the baggage? No, sir. For the No priority for the stretch? just only for priority boarding. And No. priority. No, not for the baggage, right? Not for the luggage. Okay. First one, Bangkok to Mumbai, boarding gate E10, boarding time start at 11:20. Okay. And boarding pass from Mumbai to Kochi already giving from here. Okay, thank you. Yeah, have a good trip. അമ്മേ, ഇവർക്ക് അതൊരു മോശമാണ്. അതായത് ഇൻഡിഗോയ്ക്ക് ബാഗിന് പ്രയോറിറ്റി ഒന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ സ്കൂട്ടിന് അതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഇൻഡിഗോയ്ക്ക് അതൊന്നുമില്ല. സെക്യൂരിറ്റി ചെക്ക് ഇമിഗ്രേഷൻ ഒക്കെ ഫാസ്റ്റായിട്ട് കഴിഞ്ഞു. ഇവിടെ ഭയങ്കര തിരക്കാണ്, എന്നാലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാം കഴിയും. ഇപ്പോൾ പല രാജ്യങ്ങളിലും ബാഗിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വാച്ച് പോലും കയ്യിൽ നൂരണ്ട. ലാപ്ടോപ്പ് ഐപാഡ് മാത്രം കൊണ്ട് പുറത്തെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇൻഡിഗോ ഡസൻറ്റ് ഓഫർ എനി കൈൻഡ് ഓഫ് പ്രയോറിറ്റി സർവീസസ് ലൈക്ക് എന്താ പറയുക, ബാഗേജ് നേരത്തെ തരുന്ന പരിപാടിയോ അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ അങ്ങനത്തെ പരിപാടികളൊന്നും ഇൻഡിഗോയ്ക്കില്ല. ബഡ്ജറ്റ് എയർലൈൻ ആണല്ലോ.
പക്ഷെ അവർക്ക് ഫാസ്റ്റ് ഫോർവേഡ് ഉണ്ട്. അതായത് നമുക്ക് ക്യൂ നിൽക്കാതെ ബാഗ് ഡ്രോപ്പ് ചെയ്യാം. ഏത് സമയത്തും വിമാനത്തിൽ ആദ്യം കയറാനുള്ള പ്രയോറിറ്റി ബോർഡിംഗ് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ബാഗേജ് ഡെലിവറി ഇല്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് ഒക്കെ എനിക്കൊന്ന് ബാഗേജ് ഡെലിവറി കൊടുക്കുന്നുണ്ട്. എയർ ഏഷ്യ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇന്ത്യക്ക് വേണേൽ കൊടുക്കാവുന്നേ ഉള്ളൂ. മേ ബി കൊടുക്കാത്ത അറിയില്ല. പൈസ വാങ്ങിച്ചിട്ടാണെങ്കിലും കൊടുക്കാമായിരുന്നു. Is this fresh to eat? Yes. Till what time we can eat? We can eat the whole day? 6 to 8 hours. 6 to 8 hours, right? Okay. Nice. Mango sticky rice, guys. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. കൊതിയാവും ഈ സാധനം കാണുമ്പോൾ ചിലപ്പോൾ കഴിക്കാനായിട്ട്. വാങ്ങിക്കാം. Do you want boarding pass? Passport and boarding pass. Okay. അതേ വേണമല്ലേ? Okay, thank you so Thank you so much. ഓപ്പൺ കാർ. നമുക്ക് രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? ഇവിടെ മിറാക്കിൾ ലോഞ്ച് ഉണ്ട്. സോ we take something and have it from here. Passport Nico. Why do you need a copy of the passport? We got the wrong name. Okay. And on your boarding card is a short. Yeah, that's why. Okay. അതാണ് ഇൻഡിഗോയുടെ പ്രശ്നം. താങ്ക് യു. ഇൻഡിഗോ ബോർഡിംഗ് ബസ്സിൽ ഫുൾ നെയിം എഴുതത്തില്ല. അത് ഭയങ്കര പ്രശ്നമാണ്. അവിടെ പോർക്കാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. എനിക്ക് പോർക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നൂഡിലെടുത്തു. സ്പഗത്തിയും ഗ്രീൻ ടീയും. നമ്മുടെ കയ്യിൽ പ്രയോറിറ്റി പാസും അതേപോലെ തന്നെ ചില ബാങ്കുകളുടെ വിസ കാർഡിൻ്റെ ഫെസിലിറ്റിയൊക്കെ വെച്ചിട്ട് നമുക്ക് വേൾഡ് വൈഡ് ഇൻ്റർനാഷണൽ ലോഞ്ചസ് ആക്സസ് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ വേൾഡ് വൈഡ് എല്ലാ ലോഞ്ചുകളിലും കയറാൻ പറ്റുന്ന അൺലിമിറ്റഡ് ആയിട്ട് കയറാൻ പറ്റുന്ന കാർഡ്സ് അല്ല മറ്റേ പ്രയോറിറ്റി പാസും ബാക്കിയുള്ള സംഭവങ്ങളും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ എല്ലാ ലോഞ്ചുകളിലും കയറുന്നത്. ഫുഡിൻ്റെ പൈസ ലാഭിക്കാം, റെസ്റ്റ് എടുക്കാം, കുളിക്കാം, അങ്ങനെ പല പരിപാടികളും ചെയ്യാം. സോ ഇറ്റ്സ് ടൈം ഫോർ ബോർഡിങ് ഇൻഡിഗോ വിമാനം. ഇൻഡിഗോ എവിടെ കാണുന്നില്ലല്ലോ. എവിടെയും കിടപ്പുണ്ടാവും. നോക്കട്ടെ. നല്ല ഭംഗിയുണ്ടല്ലേ, അടിപൊളിയേ. ഇവരുടെ എന്തോ ഒരു പഴയ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഒരു നിർമ്മിതി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. KLMൻ്റെ ഫ്ലൈറ്റ് കിടപ്പുണ്ട് ഇവിടെ. KLM ആംസ്റ്റർഡാമിലേക്ക് പോകുന്നതാണ്. KLM അതാ കിടക്കുന്നത് നമ്മുടെ ഇൻഡിഗോ വിമാനം. ഇത് ഇൻഡിഗോ എയർബസ് A321 വിമാനമാണ്. ബ്രാൻഡ് ന്യൂ വിമാനമാണ്, പുതുപുത്തൻ വിമാനം. ആൾക്കാരെല്ലാവരും കൂടെ ഓടി കഴിച്ചു ധൃതിയായിട്ടേ എല്ലാവരും കൂടെ മടങ്ങിപ്പോയി. അങ്ങനെ നമ്മൾ കയറാൻ പോവാണ്. സ്ട്രെച്ച് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നമ്മളെ ആദ്യം കയറ്റി. ഇൻഡിഗോ സ്ട്രെച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 കിലോ ബാഗ് കൊണ്ടുപോകാം കയ്യിൽ. ഹായ്, ഹൗ ആർ യു? ഗുഡ്, താങ്ക് യു. ഇതാണ് ഇൻഡിഗോയുടെ സ്ട്രെച്ച്. ഇത് പൊളിച്ചു. ഇതാണ് നമ്മുടെ സീറ്റ് 3 ആൽഫ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എയർ ഇന്ത്യയുടെ ഡൊമസ്റ്റിക്കിലും അതേപോലെ തന്നെ ചെറിയ നാരോ ബോഡിയിലൊക്കെ ഓടിക്കുന്ന ഒരു ബിസിനസ് ക്ലാസ്സിൻ്റെ സെയിം സംഭവം, പക്ഷേ അതിലും അടിപൊളി എന്ന് പറയേണ്ടിയിരിക്കുന്നു. എയർ ഇന്ത്യയിൽ ഇൻഫോർടൈൻമെൻ്റ് ഒന്നുമില്ല, ഇതിൽ ഇൻഫോർടൈൻമെൻ്റ് ഒന്നുമില്ല, സ്കൂട്ടിലും ഇല്ല. ഇതിൽ നമുക്ക് ഡിസ്പ്ലേ ഇത് നമ്മുടെ ഫോണും ഐപാഡൊക്കെ ഇവിടെ വെക്കാനുള്ള സൗകര്യമുണ്ട് ഗൈസ്. നല്ല കംഫർട്ടബിളായിട്ടുള്ള ബ്രാൻഡ് ന്യൂ സീറ്റ്. ഇത് പൊളിച്ച്, ഇത് തകർത്തു കേട്ടോ. ഇതാണ് ട്രേ ടേബിൾ. ഇൻഡിവിജ്വൽ ട്രേ ടേബിൾ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ വെക്കാം, കുഴപ്പമില്ല. സെയിം ഇത് കിട്ടില്ല. എനിക്ക് ഈ സീറ്റിൻ്റെ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി സീറ്റ്, നല്ല കംഫർട്ടബിൾ സീറ്റ്. ഈ സീറ്റിൽ ഇങ്ങനൊരു സാധനം കണ്ടോ, ഇത് 2 സൈഡിലും ഉണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. അതിൽ ഇൻഡിഗോ സ്ട്രെച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഇപ്പുറത്തും ഉണ്ട്. നല്ല കിഡിലൻ കിടുക്കാച്ചി ഫാബ്രിക്. സാധാരണ എക്കണോമിയിലെ പോലെ ഒരു പൂള ഫാബ്രിക് ആക്കിയില്ല, നല്ല ഫാബ്രിക്. അതിലിത് ഇൻഡിഗോയുടെ ലോഗോ ഒക്കെ ഇതിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അത് പൊളിച്ച്, അത് കൊള്ളാം. പിന്നെ അവിടെ ഇൻഡിഗോ സ്ട്രെച്ച് എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ഹെഡ് റെസ്റ്റൈൽ, ആ ഒരു സംഭവം ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ അടിപൊളി. നമ്മുടെ സീറ്റിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഐപാഡൊക്കെ ഇങ്ങനെ വയ്ക്കാം. കേട്ടോ, ഇങ്ങനെ സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് മൊബൈലോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വെക്കാം. ചെറിയ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. അങ്ങനെ എന്തോ പരിപാടിയാണ്. അതിന് വേണ്ടിയുള്ളതെന്ന് തോന്നുന്നത്, എന്താണെന്നറിയില്ല. നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോകണം. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിലുള്ള ഒരു കിഡിലൻ സീറ്റാണ് ചെയ്തിരിക്കുന്നത്. നീറ്റാണ്, പുത്തൻ ക്യാബിനാണ്, നീറ്റാണ്, ക്ലീനാണ്. ഇവിടെ 3 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ട് നമുക്ക് ഡൽഹിയിലേക്ക്. ശരിക്കും ലിറ്ററലി 4 മണിക്കൂർ ഫ്ലൈയിങ് ഉണ്ട്.
ടേക്ക് ഓഫ് കഴിഞ്ഞിട്ട് അവർ ഫുഡ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ ഫുഡ് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ മാംഗോ സ്റ്റിക്ക് റൈസ് വാങ്ങിച്ചായിരുന്നല്ലോ, ഞാൻ കഴിച്ചിട്ട് ഞാൻ പിന്നെ ലാൻഡിങ്ങിന് മുന്നേ കഴിക്കാമെന്ന് പറഞ്ഞു. സീറ്റ് അടിപൊളി വേണ്ട, പിന്നെ വലിയ ചായയൊന്നുമില്ല, ചെറിയൊരു ചായ. നമുക്കൊരു വെള്ളം കൊണ്ട് തന്നു, ഇൻഡിഗോയുടെ വെള്ളം. ഹൈഡ്രേറ്റ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, വേറെ ഒന്നും എഴുതിയിട്ടില്ല. ഇപ്പോൾ സമയം ഏകദേശം 2-2.5 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ എൻ്റെ ഭക്ഷണം തന്നു. ഞാൻ ഇപ്പോൾ മരുന്ന് പറഞ്ഞായിരുന്നു. ഇത് ബട്ടർ മിൽക്ക്. നേരത്തെ ഒരു ചായ തന്നായിരുന്നു. 2 ഡ്രിങ്ക് തരുമായിരുന്നു, ഒരു മീലും 2 ഡ്രിങ്ക്. ഇതിനകത്തൊരു ഗുലാബ് ജാമുൻ ഉണ്ട്, ഒരു നട്ട് കേസ് ഉണ്ട്, പിന്നെ ഉപ്പുമാവ് പോലൊരു സാധനം. വുഡൻ കട്ട്ലറീസ്. അതിൻ്റെ ഗംഭീര ഫിഷ് ആണല്ലോ, അടിപൊളിയാണല്ലോ. പേപ്പറാണ്, പേപ്പർ ഉണ്ട്. ബോക്സ് മീലാണ്. ട്രേ ടേബിളും പരിപാടികളൊന്നുമില്ല, ബോക്സ് മീലാണ്. ചൂടൊന്നുമല്ല, തണുത്ത. കയ്യെ കൊള്ളൂല, ഒരു ഉപ്പും പുളിയൊന്നുമില്ല. ഞാൻ പ്രീ ബുക്ക് ചെയ്തത് എന്തോ ഉപ്പുമാവോ അങ്ങനെ എന്തോ സാധനം. ഇതെന്താ ഇവർ തരുന്ന ഒരു ഐഡിയ ഇല്ല. ഫുഡ് തീരെ പോരാ. അങ്ങനെ ഞാൻ ഒരു 2.5 മണിക്കൂർ മാരീശൻ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു. അടിപൊളി പടം കേട്ടോ. ഫഹദ് ഫാസിലും വടിവേലും കൂടെ മത്സരിച്ച് അഭിനയിച്ചൊരു പടം നെറ്റ്ഫ്ലിക്സിലുണ്ട്, കാണണം. വീട്ടിലും പടം ഒത്തിരി ഇഷ്ടപ്പെട്ടു. തമിഴ. മുംബൈ എത്താറായി. മഴയാണെന്ന് തോന്നുന്നു, ഇവിടെ ഫുള്ള് ക്ലൗഡിയാണ് മൊത്തത്തിൽ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റിനുള്ളിൽ ലാൻഡ് ചെയ്തു. യെസ്, റെഡി ഫോർ ലാൻഡിങ്. ഫുഡ് 10 പൈസയ്ക്ക് കൊള്ളൂലായിരുന്നു. ബാക്കി എല്ലാം അടിപൊളിയാണ്. സീറ്റ് കൊള്ളാം, ബാക്കി എല്ലാ സംഭവങ്ങളും. ഫുഡ് 10 പൈസയ്ക്ക് കൊള്ളൂലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടേയില്ല. ഈ സീറ്റിൻ്റെ ഇടയിൽ ഇവിടെ മൊബൈലൊക്കെ വെക്കുന്നതിന് വേണ്ടി സ്ഥലമില്ലാണ്ട് എന്തെങ്കിലുമൊക്കെ വെക്കാം. അങ്ങനെ നമുക്ക് മുംബൈയുടെ ആ ഒരു ആകാശ ദൃശ്യം കാണാം. മുംബൈയിൽ ഭയങ്കര ക്ലൗഡിയാണ്. എനിക്കൊന്ന് ഭയങ്കര മഴയായിരുന്നു എന്ന് തോന്നുന്നു. ശരിക്കും എനിക്ക് അങ്ങ് ദൂരെ മറ്റേ ബാന്ദ്ര വേർലി സീലിംഗ് കാണുന്നു തോന്നുന്നു. വലിയ പാലമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇവിടെ ക്യാമറയിൽ എടുക്കാൻ പറ്റുന്നില്ല. മുംബൈയുടെ ആ ഒരു ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള, ശരിക്കും നമ്മൾ ഹോങ്കോങ് കണ്ടില്ലേ, അതിൻ്റെ ഒരു മറ്റൊരു പകർപ്പാണ് ഈ ഒരു പോപ്പുലേഷൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ ഈ ഒരു കെട്ടിടങ്ങളുടെ കാര്യത്തിലും മുംബൈ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ വലിയ ഫ്ലാറ്റുകളുടെയൊക്കെ താഴെ എനിക്ക് ചെറിയ ചേരികൾ പോലുള്ള പ്രദേശങ്ങൾ കാണാം. ആ ചേരികളും വലിയ ഫ്ലാറ്റുകളും അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാഴ്ചകളാണ് നമുക്ക് മുംബൈ ലാൻഡ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. മൊത്തം അപ്പാർട്ട്മെൻറ്റുകളല്ലേ, എല്ലാം പഴയതും പുതിയതുമായിട്ടുള്ള അപ്പാർട്ട്മെൻറ്റുകളാണ്. അങ്ങനെ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കിനും എയർപോർട്ടിന് സമീപമുള്ള ഒരു ചേരിയാണിത്. ആ എയർപോർട്ട് റൺവേക്ക് സമീപം കംപ്ലീറ്റ് ഇത്തരത്തിലുള്ള ചേരികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുംബൈ എത്തുമ്പോഴത്തേക്കിനും. ഇതിലെ ആ ഒരു ചെറിയൊരു മലയുണ്ട് അവിടെ. ആ മലയുടെ സൈഡിൽ, ആ പുഴയുടെ സൈഡിലൊക്കെ ഇങ്ങനെ വീടുകൾ കാണാം. ഇപ്പോൾ പഴയ ജെറ്റ് എയർവേസിൻ്റെ വിമാനം, എയർ ഇന്ത്യയുടെ 747 ഇതൊക്കെ ഇവിടെ കിടപ്പുണ്ട്. കേസിനാക്കി ഇറങ്ങുമ്പം അവിടെ കിടക്കുന്ന പഴയ ജെറ്റ് എയർവേസിൻ്റെ വിമാനങ്ങൾ കാണുമ്പോൾ കഷ്ടം തോന്നും. നശിഞ്ഞു പോയി, പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നില്ല ഉപയോഗിക്കാൻ പറ്റുമോ. സോ വെൽക്കം ടു മുംബൈ. താങ്ക് യു. ബൈ ബൈ. അക്കാസ എയർ ഇവരിപ്പോൾ എത്തിഹാദായിട്ട് കോഡ് ഷെയറിങ് തുടങ്ങിയിട്ടുണ്ട്. ഈ കോഡ് ഷെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലണ്ടനിൽ എത്തിഹാദിൽ കയറി അബുദാബി വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിഹാദ് ഇല്ലാത്തൊരു റൂട്ടിൽ ആകാശ എയർ ഉണ്ടെങ്കിൽ ആകാശ എയറിൽ കയറി വരാൻ പറ്റും. സിംഗിൾ ടിക്കറ്റിൽ ബാഗേജ് കണക്ട് ചെയ്ത് അങ്ങനത്തെ ഒരു ഓപ്ഷനാണ്. ഗൈസ്, ഇന്നൊരു അത്ഭുതം സംഭവിച്ചു. ഞാൻ പുറത്തിറങ്ങി വന്ന് നേരെ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷനിലേക്ക് പോയി. എൻ്റെ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്തു, പാസ്പോർട്ട് സ്കാൻ ചെയ്തു. ഞൊടിയിടയിൽ അത് ഗേറ്റ് ഓപ്പണായി ഞാൻ പുറത്ത് വന്നു. അതായത് ഒരു ഗ്ലിച്ചസും ഇല്ലായിരുന്നു. സാധാരണ ഇൻഡിഗോയുടെ പാസ്പോർട്ടിൽ എൻ്റെ ഫുൾ നെയിം വരാറില്ല, ഒരു പേരും വരാറില്ല, പകുതി മുറിപ്പേരെ വരാറില്ല. അതവർ റെക്ടിഫൈ ചെയ്തെന്ന് തോന്നുന്നു ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. താങ്ക് യു സോ മച്ച് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ഹെൽപ്പിംഗ് പീപ്പിൾ ലൈക്ക് അസ് വിത്ത് ലോങ് നെയിം ഫോർ ക്ലിയറിംഗ് ദ ഇമിഗ്രേഷൻ, ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ വെരി ഫാസ്റ്റ്. അപ്പോൾ ഇത്തവണ ഞാൻ പോയതും വന്നതും എല്ലാം ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്തിട്ടാണ്. അടിപൊളി. അപ്പോൾ ഇനി പാസ്പോർട്ടിൽ സ്റ്റാമ്പ് അടിച്ച് പേജ് കളയണം. മയിലല്ലേ ഇത്? യെസ്. അയ്യോടാ, നല്ലൊരു ക്യൂട്ട് മയില്, തടിയും കൊണ്ടുണ്ടാക്കിയ മയില്. ഇത് ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് ബാഗെല്ലാം ഞാൻ വീണ്ടും, അതായത് നമ്മളിവിടെ ഇൻ്റർനാഷണൽ വരുമ്പോൾ ബാഗ് കളക്ട് ചെയ്തിട്ട്
കസ്റ്റംസ് ക്ലിയർ ചെയ്ത് വീണ്ടും ഡ്രോപ്പ് ചെയ്യണം. ബാഗൊക്കെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ വീണ്ടും മേളിൽ കയറി വന്നു. ഇനി നമുക്ക് സെക്യൂരിറ്റി ചെക്ക്. ഡിഫൻഡർ ആ കളറ് കണ്ടോ, എന്നാ ലുക്കെന്ന് നോക്കിയേ. അമ്മയുടെ മേളിൽ കയറ്റിയിട്ടിട്ട് എന്ത് കിട്ടില്ല ഫോട്ടോ അല്ലേ അത്. ഐ ലവ് മുംബൈ. ഇവിടെ കുറച്ച് പച്ചപ്പേ ഉള്ളൂ, ഇതുപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളൂ. ഞാൻ ലോഞ്ചിൽ കയറാമെന്ന് എഴുതി ലോഞ്ചിൻ്റെ മുമ്പിൽ വന്നതാണ്. ഇവിടെ ഇടി ഗൈസ്, ഒരു 10 മിനിറ്റ് ക്യൂ നിന്ന് എന്നിട്ട് അവിടെ അങ്ങ് കയറാൻ പറ്റുന്നില്ല. അതുപോലെ ഇടി, ഒരു രക്ഷയില്ല. എന്തോ തിരക്കാന്നറിയോ ഇവിടെ. പുറത്തെങ്ങാനും പോയിരിക്കാം. ഇവിടെ വേറെ ഒരു ലോഞ്ച് ഉണ്ട്, ട്രാവൽ ക്ലബ്ബ് എന്നും പറഞ്ഞുകൊണ്ട്. അവിടെ വന്ന് നോക്കിയതാണ്. അവിടെ വന്നപ്പോൾ ഇവിടെ അത്ര തിരക്കില്ല, കുറച്ച് കുറവുണ്ട്, എന്നാലും ക്യൂ ആണ്. എല്ലാ ലോഞ്ചിലും തിരക്കോടെ തിരക്കാം. ചില ആൾക്കാർ കാർഡ് അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് നോക്കാൻ വേണ്ടി വെറുതെ വരും, ചിലർക്ക് പറ്റത്തില്ല. ഇതേപോലെ ഇത് കൊള്ളാം. മറ്റേ ലോഞ്ച് വലുതാണ്, പക്ഷേ അവിടെ ഭയങ്കര തിരക്ക്. ഇത് ചെറിയ ലോഞ്ചാണ്, പക്ഷേ ഓക്കെ എന്താ പറയുക, നമുക്ക് കാര്യങ്ങളെല്ലാം നടക്കും. ഫുഡൊക്കെ കഴിക്കാം. കുഞ്ഞി ലോഞ്ച്, അധികം ആൾക്കാർ ഇരിക്കാൻ പറ്റില്ല. ബാറൊക്കെ ഉണ്ട്, പക്ഷേ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കണം, എക്സ്ട്രാ ആണ് അതൊക്കെ. സോ നമുക്ക് ഇവിടെ ഇരിക്കാം അല്ലേ. ഞാൻ അവിടെ ഇതിൻ്റെ സാധനങ്ങളെല്ലാം കൂടെ പ്ലേറ്റിലെടുത്തു, കുറേശ്ശെ. രസമാണ്, രസം പോലത്തെ ഒരു സാധനമാണ് സൂപ്പ്. ഞാൻ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇത് ഇവിടെ ഈ ബാറിൻ്റെ സൈഡിലായിട്ട് മാറി ഒരു മൂലയ്ക്ക് ഇരിപ്പുറപ്പിച്ചു കേസ്. ഇനി ഒരു 2-2.5 മണിക്കൂർ സമയമുണ്ട് അടുത്ത വിമാനത്തിന്. വേറെ ഫ്ലൈറ്റില്ല കൊച്ചിക്ക് നീന്താം. അങ്ങനെ ട്രാവൽ ക്ലബ്ബ് ലോഞ്ചിൽ നിന്നിറങ്ങി. ലോഞ്ചിൽ എൻ്റെ കൂടെ അപ്പുറത്ത് മറ്റേ ശ്രേയസ് എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരനില്ലായിരുന്നോ, ഈ പുള്ളി ശ്രേയസ് അയ്യർ, പുള്ളി അവിടെ ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് മനസ്സിലായില്ല പുള്ളി ആരാണെന്ന്. പിന്നീട് ആൾക്കാരൊക്കെ വന്ന് സംസാരിക്കുന്നത് കണ്ട്, മിണ്ടുന്നതെല്ലാം കണ്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചു പുള്ളി ആരാത്. അന്നേരമാണ് പുള്ളി പറഞ്ഞത് പുള്ളിയാണ് ക്രിക്കറ്ററാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അബിയെ വിളിച്ച് ചോദിച്ചപ്പോൾ അബി പറഞ്ഞു ഇന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ നൗ വി ഗോ. അയ്യോ, ഇത് എവിടെ ഗേറ്റ്? 49 ഗേറ്റ് ഇവിടെ അല്ലല്ലോ, അത് വേറെ എങ്ങാണ്ടാണല്ലോ. ഇനി എങ്ങോട്ടാണ് പോകണ്ടേ? തപ്പട്ടെ. അപ്പോൾ അങ്ങനെ പുള്ളി അവിടെ എങ്ങാണ്ട് പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഞാൻ 1 കിലോമീറ്റർ നടന്ന് 49 നമ്പർ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കിനും ഗേറ്റ് ചേഞ്ച് ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇപ്പോഴാണ് 45ാമത്തെ ഗേറ്റിലേന്ന്. 45 എന്ന് പറയുന്നത് 49 നിന്ന് കുറേ ദൂരം വീണ്ടും പോകണം അങ്ങോട്ട്. എന്നെ പന്ന പരിപാടിയാണെന്ന് ഇനി ഞാൻ വീണ്ടും നടക്കണം. എന്താ അവസ്ഥ അല്ലേ ഇത്. ഈ അവസാന സമയത്ത് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും ഈ റെയിൽവേ പ്ലാറ്റ്ഫോം മാറ്റി കളിക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും, അതേപോലെയാണ് ചില സമയത്ത്. എനിക്ക് ഇൻഡിഗോയിൽ നിന്ന് മെസ്സേജ് വരെ വന്നതാണ് 49 പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ 45 പോകാൻ. 45 കൊച്ചി. അതെ, ഇവിടെ ബോർഡിങ് തുടങ്ങി, പകുതിയായി, തീരാറായി തോന്നുന്നു കേട്ടോ. ഇവിടെ ഇൻഡിഗോയ്ക്ക് പ്രയോറിറ്റിയോ സംഭവങ്ങളോ പ്രയോറിറ്റി ബോർഡിങ് അങ്ങനെയൊന്നുമില്ല. കാരണം ഇത് റിമോട്ട് ഗേറ്റ് ആണ്, അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. താങ്ക് യു. ഒരു ബഹുബട ബസ്. അയ്യോ, എല്ലാവരും കയറി. നമ്മൾ ലാസ്റ്റ് ബസ്സിലെ ആൾക്കാരാണ്. സോ നമ്മൾ ലാസ്റ്റാണ് വരുന്നത്. കൊച്ചിയിലേക്കുള്ള എയർബസ് 320 വിമാനം. യുവർ ബോർഡിംഗ് പാസ് ഓൾവേസ് ഹാസ് ദിസ് പ്രോബ്ലം വിത്ത് മീ. എൻ്റെ ബോർഡിംഗ് പാസ് ഇവരെപ്പോൾ സ്കാൻ ചെയ്യാൻ വന്നാലും സ്കാൻ ആവൂല. അങ്ങനെ പ്രശ്നമുണ്ട്, എന്താണെന്നറിയില്ല. ഇതെന്തായിരിക്കും ഇവരോട് പിടിച്ച് കൊടുത്തിരിക്കുന്നത്? ചിലപ്പം കോക്പിറ്റ് ഓണായിരിക്കും, കോക്പിറ്റ് ഡോർ ഓപ്പൺ ആയിരിക്കും. എല്ലാവരും ഈ സ്റ്റെപ്പിലാണ് നിൽക്കുന്നത്, ഭയങ്കര ഡേഞ്ചറാണ് ഈ സ്റ്റെപ്പിലെല്ലാം കൊണ്ട് നിൽക്കുന്നത്. Bye-bye. Thank you. Bye. Take care. അങ്ങനെ ഈ യാത്രകളെല്ലാം കഴിഞ്ഞ് കൊച്ചി തിരിച്ചെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇപ്പം സമയം രാത്രി 9 മണി. നാളെ രാത്രി 9:30 ഞാൻ വീണ്ടും ഇവിടെ നിന്ന് പോകും അമേരിക്കയ്ക്ക്. അടുത്ത 2-3 മാസത്തെ യാത്ര കഴിഞ്ഞ് അടുപ്പിച്ച് ഈ യാത്രകളാണ്. 10-15 രാജ്യങ്ങൾ അടുത്ത 2-3 മാസം കൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യും. വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് ട്രിപ്പ് ആയിരിക്കും വീണ്ടും. നമ്മുടെ KL2K യാത്ര കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും രാജ്യങ്ങൾ അടുപ്പിച്ചുള്ള ഒരു യാത്രയ്ക്കായിട്ട് ഞാനിപ്പോൾ പോകാൻ പോകുന്നത് നാളെ. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. ഇനി ആകെ കറക്റ്റ് ജസ്റ്റ് 24 മണിക്കൂറാണ് ഞാനിവിടെ ഉള്ളത്. ഇതിനിടയ്ക്ക് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഗൈസ്. പെട്ടി പാക്ക് ചെയ്യണം, സാധനങ്ങൾ അറേഞ്ച് ചെയ്യണം. അയ്യോ, അടുത്ത 2 മാസത്തെ യാത്രയുടെ ചിലവെന്ന് പറയുന്നത് ഒന്നും പറയണ്ട. അമേരിക്ക ഭയങ്കര എക്സ്പെൻസീവാണ്, പ്രത്യേകിച്ച് ഫ്ലൈറ്റ് യാത്രകളൊക്കെ. ടിക്കറ്റൊക്കെ മിനിമം $200. കൊച്ചിയിൽ വന്നിറങ്ങുമ്പോഴത്തേക്കിനും മൊത്തം സ്വർണ്ണക്കടയുടെ പരസ്യമാണല്ലോ ഇവിടെ. അല്ല, മലബാർ ഗോൾഡ്, ഭീമ ഗോൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർണ്ണക്കടയോ മൊത്തം.
അങ്ങനെ പെട്ടി കിട്ടി. ഇൻഡിഗോയ്ക്ക് പ്രയോറിറ്റി ബാഗേജ് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടിയൊക്കെ ലാഗായിട്ടേ വരുള്ളൂ ഗൈസ്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഹലോ ഗൈസ്, എവിടെ? ഹലോ ഗൈസ്, ഋഷി എവിടെ? അതെന്നാ എടാ കള്ളാതിയനെ പറ്റിക്കാറായോടാ നീ? എടാ മിടുക്കാ ചെറുക്കനേ, ബുമ്മൊക്കെ പറഞ്ഞ് ഒളിച്ചിരുന്ന് പറ്റിക്കിറങ്ങിയായി. എടാ മിടുക്ക കൊള്ളാലോടി, നീ എന്നെ പറ്റിച്ചല്ലോ. എന്റെ മുറ്റുമണി എന്നാടാ എന്നെ പറ്റിച്ചത്. നിന്റെ ഓണം കഴിഞ്ഞില്ലടാ, നീ എന്നെ ഓണം ഉടുപ്പിട്ടോണ്ടിരിക്കുന്നു ഇപ്പോഴും. ഇവിടെ എന്തുവാടാ ഭയങ്കര ബ്ലോക്കാണല്ലോ. ഈ ബ്ലോക്കിൽ കിടന്ന് എന്റെ പൈസ വാങ്ങിക്കുമല്ലോ. ചോപ്പുമായും മാടപ്രാവേ ഓൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയോ? ആ എമിറേറ്റ്സിന്റെ ഫസ്റ്റ് ക്ലാസ്സിലുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. സഞ്ചി നിറയെ സാധനങ്ങളുണ്ട്. കാശ് അത്ര കൊടുത്തല്ലേ, എല്ലാം എടുക്കാൻ പറ്റുന്ന എല്ലാം എടുത്തിട്ടുണ്ട്. അവര് പറഞ്ഞെടുത്ത് എനിക്ക് കയറുമ്പോ തന്നെ അവര് സഞ്ചി തരും. ഒരു ബിഗ് ഷോപ്പർ വരും, ദിസ് ഈസ് ഫോർ ടേക്കിംഗ് ക്യാരി അവേ തിങ്സ് എന്നൊക്കെ പറഞ്ഞോണ്ട്. അങ്ങനെ തന്നെ അതിനെന്തിനാ സഞ്ചി വരുന്ന അവര്? എന്താ എമിറേറ്റ്സിന്നോ? ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ നിനക്ക്. ബൾഗറിയുടെ പെർഫ്യൂം, ബൾഗറിയുടെ ബാഗ്, സഞ്ചി മറ്റേ ഇത് പോകല, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ എടുത്തരാം. എവറിത്തിങ് ഫോർ യു മൈ ഡിയർ. എന്താണല്ലോ എന്താ. ദിസ് ഈസ് ഫോർ യു സേവാ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ്. വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് സൂക്ഷിച്ചു വെക്കാനൊരു സാധനം, ഒരു പഫിന്. പ്രിങ്കിൾസ് എന്നാ രക്ഷിക്കുന്ന പ്രിങ്കിൾസ് അങ്ങോട്ട് മാറിക്കേ തരാം. പ്രിങ്കിൾസ് എന്നാ അതിപ്പോ പൊട്ടിക്കണം, നാളെ പൊട്ടിക്കാം. മുട്ടായി ഇതൊക്കെ ഫ്ലൈറ്റിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാ. ഇതേ എന്നാ ഇത് ബിസിനസ് ക്ലാസ്സിലെ മുട്ടായി. പിടി, ഇനി ഫസ്റ്റ് ക്ലാസ്സിലെ മുട്ടായി വേറെ ഉണ്ട്. ഫസ്റ്റ് ക്ലാസ്സിലെ ചെരുപ്പ്. എന്നാ ഇത് കണ്ടോ, ഇതൊക്കെ മറ്റേ വിമാനത്തിലെ സാധനങ്ങളാണ്. അത് ഇത് ബിസിനസ് ക്ലാസ് സെയിം സാധനം, പക്ഷെ ഇത് ഫസ്റ്റ് ക്ലാസ്സിലെ കുപ്പി. ഫസ്റ്റ് ക്ലാസ്സിലെ കുപ്പി. ഇത് ഋഷിക്ക, ഇതെല്ലാം ഋഷിക്ക കേട്ടോ. അത് നാളെ എടുക്കാം കേട്ടോ, അവിടെ വെച്ചോ എല്ലാം. ഇതേ ചോക്ലേറ്റ് കണ്ടില്ലേ, ഇത് ബിസിനസ് ക്ലാസ്സിലെ ചോക്ലേറ്റ്, ഇത് ഫസ്റ്റ് ക്ലാസ്സിലെ ചോക്ലേറ്റ്. ചെറുതും വലുതും അതാണ് വ്യത്യാസം, എല്ലാം സെയിം സാധനം. അതെന്തോ കോളിംഗ് ബെൽ അടിച്ചാ? എടാ ആരോ വന്ന് തുറന്നു നോക്കിയേ. ബിഗ് ഷോപ്പർ ഞാൻ പറഞ്ഞില്ലേ എന്ത് വേണം ഇട്ടോണ്ട് പൊക്കോന്നും പറഞ്ഞോണ്ട് തരുന്ന സഞ്ചി. എന്നാ സഞ്ചി വെച്ചോ, സഞ്ചി. എമിറേറ്റ്സിന്റെ പാഡ്. ഞാൻ ആ ബാഗേജ് ടാഗ് വരെ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചത്. എനിക്ക് ബാഗിലിടാവുന്ന ടാഗ് വരെ മെമ്മറി ഇതെല്ലാം ഫ്ലൈറ്റിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് ഗൈസ്. ഇതല്ലേ കാണിക്കാം വെയിറ്റ് എടുക്കട്ടെ. പിന്നെ ഇത് ഫസ്റ്റ് ക്ലാസ്സിലെ ചെരുപ്പ്. പിടി, ഇത് ബിസിനസ് ക്ലാസ്സിലെ ചെരുപ്പ്. ആ ചെരുപ്പ് അടിപൊളിയാ, അത് എടുത്തു നോക്കിയേ. മറ്റേ പൊട്ടിച്ചില്ല, ഞാൻ പൊട്ടിച്ച നോക്കിയേ എന്താ സംഭവം. ഇത് കണ്ടോ, ചെരുപ്പ് കണ്ടോ, ഇത് അപ്പനെ കൊടുക്കാം. അടിപൊളി ചെരുപ്പ്. അതെന്ത്, ഇത് സാധാരണ ചെരുപ്പ്, മറ്റേത് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലേ പൊട്ടിക്കണ്ടെന്ന്. എനിക്കറിയാം ഇഷ്ടപ്പെടത്തില്ലെന്ന്. അവിടെ അപ്പപ്പായി കൊണ്ട് കൊടുക്കാം, അപ്പപ്പായിരിക്കും. എന്നാ ഇതാണ് എമിറേറ്റ്സിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് കിട്ടിയ അമിനി ടിക്കറ്റ്. ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്തപ്പോൾ അമിനി ടിക്കറ്റ് അവർ തന്നില്ല. ഞാൻ ചോദിച്ചിട്ട് അവരില്ല എന്ന് പറഞ്ഞു. അത് എനിക്കറിയത്തില്ല, ഇല്ലാഞ്ഞിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, അവർ തന്നില്ല. ശരിക്കും അത് ഭയങ്കര മോശമായിട്ട്. ഫസ്റ്റ് ക്ലാസ്സിലായതുകൊണ്ടും ചോദിച്ചിട്ടാണ് തന്നത്, ഇല്ലെങ്കിൽ തരില്ലായിരുന്നു. ഷോർട്ട് ഡിസ്റ്റൻസ് ആയതുകൊണ്ട്. ഇതിനകത്ത് എന്താണെന്നില്ലേ, ഞാൻ ഇത് വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു, നീ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടോ, ബൾഗറി പെർഫ്യൂംസിൻ്റെ. ഇത് നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനം. ബൾഗറി പെർഫ്യൂംസിൻ്റെ എന്തൊക്കെ സാധനമാണ് ഇതിനകത്തുള്ളത്? ലെറ്റ്സ് സീ. ഇതെന്താ സംഭവം? ഇത് ക്ലെൻസിങ് ടവൽ എന്നും പറഞ്ഞിട്ടൊരു സാധനം. പിന്നെ ബൾഗറിയുടെ ഇമൽഷൻ ഹൈഡ്രേറ്റിംഗ് ബോഡി ലോഷനാണ് ഇരിക്കുന്നത്. ഇതെന്താ സാധനം? ടൈഗറിലേക്ക്. ഇത് പെർഫ്യൂം ആണോ? പെർഫ്യൂം. ആ അടിപൊളി. എങ്ങനെയുണ്ടോ പിശ്? മണമുണ്ടോ? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണല്ലോ ഇത്. കൊള്ളാം, അത് കൊള്ളാം സാധനം, പെർഫ്യൂം. പിന്നെ ഇതിനകത്ത് പിന്നെ ഉള്ളത് ഇത് ആഫ്റ്റർ ഷേവ് ബാം എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. ഇതെല്ലാം ബൾഗറിയാണ് ഗൈസ്. ഇത് ബൾഗറിയുടെ ലിപ് ബാം. ഓഫ് എനിക്ക് വയ്യ. നിനക്ക് എന്തിനാ ആഫ്റ്റർ ഷേവ് ബാം ഒക്കെ?
എനിക്ക് അക്ഷയം വേണ്ട, എനിക്ക് ആ പെർഫ്യൂം മതി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ആണുങ്ങളുടെ പെർഫ്യൂമാണ്, പെണ്ണുങ്ങളുടെ. ഇറ്റ്സ് ഓക്കെ, ഞാൻ സഹിച്ചു. പിന്നെ ഇതിനകത്തുള്ളത് ഏതെങ്കിലും വിമാനത്തിൽ ഇങ്ങനത്തെ ജില്ലറ്റിന്റെ ഇത്രയും ക്വാളിറ്റി ഉള്ള കണ്ടിട്ടുണ്ടോ? ഡെന്റൽ കിറ്റ് പോലും കിട്ടത്തില്ല. ആ ക്വാളിറ്റി ഉള്ള ആ ഒരു ഇത് മറ്റേ കൂടിയ ബ്ലേഡുകളിൽ ഒന്നാണ്, മറ്റേ 4 ഇതുള്ള കൂടിയ ബ്ലേഡുകളിൽ ഒന്നാണിത്. അതാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ജില്ലറ്റിന്റെ ഷേവിംഗ് ഫോം കണ്ടില്ലേ? ഇതാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഏതെങ്കിലും വിമാനത്തിൽ കണ്ടിട്ടുണ്ടോ അത്? പിന്നെ ഇയർ പ്ലഗ്സ് ആസ് യൂഷ്വൽ ഉള്ളതുപോലെ തന്നെ. പിന്നെ ആക്സിന്റെ ഒരു ഡിയോഡറന്റ്. പിന്നെ വേറെ എന്താണ്, ഇതെന്താ സംഭവം? ടിഷ്യൂസ്, കുറച്ച് ടിഷ്യൂ പേപ്പർ, പിന്നെ നല്ല അടിപൊളി ഒരു ചീപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഈ ബൾഗറിയുടെ ബാഗിനകത്തുള്ളത്. ഇതിന് തന്നെ എങ്ങനെ പോയാലും ഈ ബ്രാൻഡ് വാല്യൂ വെച്ചിട്ട് ഇത്രയും സാധനങ്ങൾ എങ്ങനെ പോയാലും ഒരു 10,000 രൂപ കൊടുക്കണം മിനിമം. അതാണ് ഇത് ചോദിച്ചു വാങ്ങിച്ചുകൊണ്ടില്ല, കിട്ടിയില്ല, കിട്ടത്തില്ല. ചോദിച്ചു വാങ്ങിച്ചുകൊണ്ടാണ് ഇത് കിട്ടിയത്. ഇഷ്ടപ്പെട്ടില്ല?